ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൗസിൻ്റെ ആം ഹോളിനെ കുറിച്ചാണ്. ഏതളവ് വന്നാലും ആ കറക്റ്റ് അളവ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇവിടേക്കും 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായി അളവ് കിട്ടാൻ വേണ്ടിയാണ്, മുകളിലത്തെ അളവ് തന്നെ താഴെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ ലെങ്ത് ആണ്. ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇവിടേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണെങ്കിൽ അത് തന്നെ മതി. കുറവാണെങ്കിൽ ആം ഹോളിൻ്റെ ഈ ലെങ്ത്ത് ഇറക്കി കൊടുക്കേണ്ടി വരും. കൂടുതലാണെങ്കിൽ ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് കയറ്റി കൊടുക്കേണ്ടിയും വരും. അതുപോലെ തന്നെ 5.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യാം. കറക്റ്റായി ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഇവിടേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനിത് കറക്റ്റായി വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും വരച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വരച്ചു കൊടുക്കാം. അതിനു മുമ്പ് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്താലേ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നത് 40 ഇഞ്ചാണ്. 40ൻ്റെ 4/1 ഭാഗം വരുന്നത് 10 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ സെൻറ്റർ കാണണം. 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ഈ കോർണറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 പോയിന്റുകൾ കൂടി ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനി കറക്റ്റായ ആം ഹോൾ റൗണ്ട് 9 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ടേപ്പ് വെക്കേണ്ടത് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം. എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കറക്റ്റായ അളവ് കിട്ടിയിട്ടില്ല. 1 ഇഞ്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെയും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് പോയിന്റും തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ സെൻറ്റർ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ച് കൊടുക്കാം. കറക്റ്റായി ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടേപ്പ് വെച്ച് ഇങ്ങനെ അളന്ന് നോക്കാം.
ഇവിടെ കിട്ടുന്നതും 8.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കുറവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 1/2 ഇഞ്ച് കൂടി ഇറക്കി കൊടുക്കാം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് പോയിന്റും തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പകുതി കാണാം. 6.5 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. കറക്റ്റായി ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. കറക്റ്റായി അളന്ന് നോക്കിയിട്ട് 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായി 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കറക്റ്റായി ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണല്ലോ ആം ഹോളിന് ചുളിവ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.